ഇന്ന് ലോകം ഏറെക്കുറെ ലഹരിയുടെ പിടിയിലാണ്. നമ്മുടെ മക്കളും MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ ചില ലക്ഷണങ്ങൾ നോക്കുക. നമ്പർ 1, മൂഡ് സ്വിംഗ്. അമിതമായ സന്തോഷം, ആശങ്ക, കൺഫ്യൂഷൻ, ടെൻഷൻ, ദേഷ്യം എന്നിവ മാറി മാറി വരുന്നതായി കാണാം. നമ്പർ 2, ഉറക്കക്കുറവ്. ഇത്തരത്തിൽ ഡ്രഗ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങളോളം ക്ഷീണം, ഉറക്കമില്ലായ്മ, ഡിപ്രഷൻ അനുഭവപ്പെടാം. ഒപ്പം വിശപ്പില്ലായ്മയും ദഹന പ്രശ്നവും തുടങ്ങുന്നു. നമ്പർ 3, അമിതമായ ദാഹം. MDMA ശരീര താപനില കൂട്ടാം, വിയർപ്പും മൂത്രവും കൂടുതലായിരിക്കും. അതുവഴി ജലാംശം നഷ്ടപ്പെടുന്നതിനാൽ ഇവർ ധാരാളം വെള്ളം കുടിക്കുന്നു. ഒപ്പം ഉമിനീർ ഉൽപാദനം കുറയുന്നതിനാൽ വായ വരൾച്ചയും അനുഭവപ്പെടാം. നമ്പർ 4, കൃഷ്ണമണി വികസിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇരുണ്ട വെളിച്ചം മാത്രമേ പ്രിഫർ ചെയ്യുകയുള്ളൂ. ബ്രൈറ്റ് ലൈറ്റ് അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതായി കാണാം. കണ്ണടക്കുന്നത് കുറവായിരിക്കും. ഡ്രൈനെസ് കണ്ണിൽ അനുഭവപ്പെടാം. നമ്പർ 5, ഫ്രണ്ട്ഷിപ്പ്. കുട്ടിക്കാലം മുതലുള്ള സൗഹൃദ കൂട്ടായ്മകൾ ഒഴിവാക്കി പെട്ടെന്നൊരു പുതിയ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് സ്റ്റാർട്ട് ചെയ്താൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്പർ 6, ഒഴിഞ്ഞു മാറിയിരിക്കൽ. വീട്ടിലെ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി റൂമിൽ അടഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. നമ്പർ 7, ഇടയ്ക്കിടെ പല ആവശ്യങ്ങൾ പറഞ്ഞ് പണം ആവശ്യപ്പെടാം. തന്നില്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കാം. വീട്ടിലെ പല വസ്തുക്കളും കാണാതാവുന്നതും പ്രത്യേക ശ്രദ്ധ നൽകണം. നമ്പർ 8, രാത്രി ഏറെ വൈകി കുട്ടികൾ വീട്ടിലെത്തുന്നതിൽ പ്രത്യേക ശ്രദ്ധ വേണം. ചുയിങ്കം പോലെ എപ്പോഴും ചവച്ചുകൊണ്ടിരിക്കുകയെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. കൗമാരക്കാരിൽ അവരുടെ ശാരീരിക വ്യത്യാസങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള മൂഡ് സ്വിങ്ങും ഒറ്റയ്ക്കിരിക്കലും ഒക്കെ കാണാറുണ്ടെങ്കിലും പെട്ടെന്നുള്ള ചേഞ്ചസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ മാതാപിതാക്കളുടെയും അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക.